മാന്യത കാണിച്ചു, 100% മാന്യത. അദ്ദേഹത്തിന്റെ മാന്യത കണ്ടു, വ്യക്തിപരമായി തീരുമാനത്തെ എതിർത്തു. വളരെ വലിയ ഔന്നത്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി മറ്റൊരു സംഘടന രൂപീകരിച്ചു. ഈ രണ്ടു സംഘടനകളിൽ നേരത്തെ പറഞ്ഞ സംഘടന നാമാവശേഷമായി. അതുപോലെ തന്നെ രണ്ടാമത് രൂപീകരിച്ച സംഘടന 1967 സംഘടന, ആ സംഘടന ഇന്ന് നാമമാത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ സംഘടനയെക്കുറിച്ച് ഈ കോഴിക്കോട്ട് വെച്ച് തന്നെ കുറ്റിച്ചിറയിൽ വെച്ച് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ 1966 പരസ്യമായി പറഞ്ഞു, നമുക്ക് അഖിലയും വേണ്ട കുകിലയും വേണ്ട, അഖില അഖിലെ എന്ന ഒരൊറ്റ പ്രസംഗം. പാണക്കാട്ടെ പൂക്കോയ തങ്ങളുടെ ആ വാക്കോടുകൂടി അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നുമല്ലാതായി. സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും നാമമാത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരനെ വ്യാപകമായി അത് ബാധിച്ചില്ല. കേരളത്തിലെ സാധാരണക്കാരന്റെ പള്ളിയെയോ മദ്രസയെയോ അവന്റെ ദീനീ പ്രവർത്തനത്തെയോ വളരെ കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ അത് വലിയൊരു ദുരന്തം സൃഷ്ടിച്ചില്ല. മാറി ചിന്തിച്ചവർ മാന്യന്മാരായതുകൊണ്ട് ആ മാന്യത അവരുടെ പ്രവർത്തനത്തിൽ ശരിക്കും പ്രകടമായി. എന്നാൽ അതിനുശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് ഇന്ന് മറുഭാഗത്ത് നിൽക്കുന്ന സംഘടനയെ നയിക്കുന്ന വ്യക്തി കടന്നു വന്നു. അദ്ദേഹം സമസ്തയിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ്? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. 1974 അദ്ദേഹം കടന്നു വരുന്നത്. 1974 അദ്ദേഹം കടന്നു വരുമ്പോൾ സമസ്തയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. മറുഭാഗത്ത് നിന്ന് സമസ്ത എന്ന പേരിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അതിന്റെ ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്ന വ്യക്തി 1974 സമസ്തയിൽ വന്നുവെങ്കിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ 1951 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മുഷാവറ മെമ്പറായി കടന്നു വരുന്നത്. 51 മുഷാവറ മെമ്പറായ ശൈഖുനയും 74 മുഷാവറ മെമ്പറായി ഇദ്ദേഹവും തമ്മിൽ 23 കൊല്ലത്തെ സംഘടന അന്തരമുണ്ട്. ശൈഖുന മുഷാവറ മെമ്പറായി 23 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം മുഷാവറയിൽ തന്നെ അംഗമാകുന്നത്. മറുഭാഗത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യനായ തങ്ങളെക്കുറിച്ച് നോക്കൂ നിങ്ങൾ. അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആകുന്നപ്പോഴാ റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ജീവിച്ചിരിക്കുമ്പോൾ 1926 സമസ്ത രൂപീകരിക്കുന്ന കാലത്ത് 26ാമത്തെ മെമ്പറായി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്തയിൽ മെമ്പറായി എങ്കിൽ നമ്മൾ കാണുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ പ്രഥമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജീവിച്ചിരിക്കുന്ന ഏക പണ്ഡിതൻ മഹാനവർകള. ആ സ്ഥാനത്ത് മറുഭാഗത്ത് സമസ്ത എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ബഹുമാന്യരായ തങ്ങൾ 1956 മുഷാവറയിൽ വരുന്നത്. 30 വർഷത്തെ വ്യത്യാസമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സ്ഥാനം നേടിയതിന്റെ 30 കൊല്ലം കഴിഞ്ഞിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ കടന്നു വന്ന വ്യക്തിയെ പ്രസിഡന്റും 23 കൊല്ലത്തെ വ്യത്യാസമുള്ള ഒരാളെ ജനറൽ സെക്രട്ടറിയുമാക്കി ഒരു സംഘടന രൂപീകരിക്കാനുള്ള പശ്ചാത്തലം എന്തായിരുന്നു? അതാ നമ്മൾ പഠിക്കേണ്ടത്. ആ സംഘടനാപരമായ ഭിന്നിപ്പിന്റെ ഭാഗം തന്നെയായിരുന്നു സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന സംഘടനയുടെ പിറവി. എന്തിന് എസ്.കെ. സഭ രൂപീകരിച്ചു? അത് രൂപീകരിച്ചതിന്റെ പശ്ചാത്തലം 1979 മുതൽ ആരംഭിക്കണം. 1974 ഇദ്ദേഹം മുഷാവറയിലേക്ക് കടന്നു വന്ന ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ആദ്യമായി മുഷാവറയിൽ ഒരു നിവേദനം കൊടുത്തുകൊണ്ട് ആവശ്യപ്പെട്ടത് ഒന്നുകിൽ സുന്നി യുവജന സംഘത്തെ സമസ്തയുടെ രാഷ്ട്രീയ പാർട്ടിയാക്കണം, അല്ലെങ്കിൽ സമസ്തക്ക് പുതിയൊരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കണം. ഞാൻ ഇത്രയും പരത്തി പറയാൻ കാരണം, ഒരു 35 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് ഈ ചരിത്രം ഒരു പക്ഷേ പുതിയതായിരിക്കും. അവരതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിരിക്കില്ല. ചില കാരണവന്മാർക്ക് രണ്ടും സമസ്ത, ചില ചെറുപ്പക്കാർക്ക് എന്തിനാ രണ്ടായി സംഘടിക്കുന്നത് എന്ന ഒരു ചിന്ത. അവിടെയാണ് നമ്മൾ ഹക്കും ബാത്തിലും വേർതിരിച്ച് ശരിക്കും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോയാൽ പോരാ. നമ്മുടെ മഹല്ലത്തുകൾ ഭദ്രമായി നിൽക്കണം. ദുഷ്പ്രചരണം നടത്തിക്കൊണ്ട് സമൂഹത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്നവരെ തിരിച്ചറിയണം നമ്മൾ. ആ ബോധനം നമ്മുടെ മഹല്ലത്തിലെ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും പൊതുസമൂഹത്തിനും നമ്മൾ കൊടുക്കണം. അതാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ഇപ്പൊ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധർമ്മം. ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലയും വിലയുമുള്ളത് സുന്നത്ത് ജമാഅത്തിനാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കൂടെയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ വേഷം കെട്ടി ആ പേര് പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്ത് സ്ഥാപനങ്ങളെ കൈയടക്കുന്നവർ, അറബി പണം കൊണ്ടുവന്നുകൊണ്ട് പള്ളിക്ക് മുമ്പിൽ പള്ളി ഉണ്ടാക്കി സമൂഹത്തെ കൈയടക്കുന്നവർ, മദ്രസക്ക് സഹായം കൊടുത്ത് അവരുടെ പേരിൽ എഴുതിച്ചുകൊണ്ട് സിലബസ് മാറ്റി മദ്രസ ഉണ്ടാക്കി കൊടുക്കുന്നവർ, അവർ സമൂഹത്തിൽ ചെയ്യുന്ന വൃത്തികെട്ട പ്രവണതകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും നമുക്കൊക്കെ ഉണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ എതിർക്കണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ടല്ല, ഒരു എതിർപ്പപ്പുറത്തുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തോന്നൽ കൊണ്ടല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഒരു എതിർപ്പിനപ്പുറത്തിന് ആളില്ലെങ്കിൽ പോലും നമുക്ക് ശരിക്കും മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ ആദർശം പവിത്രമാണ്, നമ്മുടെ പാത പവിത്രമാണ്. ഞാൻ തിരിച്ചു വരുന്ന പറഞ്ഞ വിഷയത്തിലേക്ക്, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ 1925 മുതൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച് ജനകീയ അടിത്തറ പാകി ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നേടിയ മഹാപണ്ഡിതന്മാരാൽ വളരെ മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആവശ്യം എന്താണ്? രാഷ്ട്രീയ പ്രവർത്തനം സമസ്ത നടത്തണം, അതിനുവേണ്ടി പുതിയ പാർട്ടി രൂപീകരിക്കണം. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ ആ അഭിപ്രായം ഒറ്റയടിക്ക് തള്ളി. ആ അഭിപ്രായം തള്ളിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു പാടില്ല, സമസ്തക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘടനാപരമായി ഇല്ല, വ്യക്തിപരമായി ആകാം.
ഈ വേദിയിൽ ഒരുപാട് സഹപ്രവർത്തകർ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവനവന് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാവുന്നതാണ്. ആ രാഷ്ട്രീയ പാർട്ടി മതവിരുദ്ധ പ്രവർത്തനമാകാതിരുന്നാൽ മതി. എന്നാൽ സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയമില്ല. സമത്വയുടെ രാഷ്ട്രീയം ഇന്നതാണെന്ന് ഒരിക്കലും എവിടെയും സമത്വ പറഞ്ഞിട്ടില്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്നും സമത്വ പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന മഹത്തുക്കൾ സമത്വയെ നയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ സയ്യിദ് സുലൈമാൻ ബാഫഖി തങ്ങൾ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ബാഫഖി തങ്ങൾ ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാണ്ഡികശാലയിൽ കോഴിക്കോട്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ കൂടിയിരുന്നു. ആരും പറഞ്ഞില്ല സമത്വ ആ പാർട്ടിക്ക് അടിപ്പെട്ടു എന്ന്. മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്തിരുന്നു. മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ സമത്വയെ നയിച്ചിട്ട് ആരും പറഞ്ഞില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലേ, അദ്ദേഹം എങ്ങനെ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആകും, അദ്ദേഹം എങ്ങനെ മുഷാവറ മെമ്പർ ആകും, ആരും ചോദിച്ചില്ലല്ലോ. ഈ കോഴിക്കോട്ട് മാനാഞ്ചിറ മൈതാനിയിൽ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മഹാസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സൂഫി വര്യനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പരസ്യമായി ദുആ ചെയ്തു കൊടുത്തു. ആ പാർട്ടിയുടെ ഔന്നത്യത്തിന് വേണ്ടി ആരും പറഞ്ഞില്ല സമത്വ രാഷ്ട്രീയമായി എന്ന്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദിയിൽ പ്രസംഗിച്ചു. ആരും പറഞ്ഞില്ല സമത്വ കോൺഗ്രസ് ആയി എന്ന്. അങ്ങനെ ഒരു ആരോപണം സമത്വക്കുണ്ടായിരുന്നില്ല. മറിച്ച് പിന്നെ ആരാണ് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുപ്പിച്ചത്? ആരാണ് ഇതിന് കരുക്കൾ നീക്കിയത്? ഈ രാഷ്ട്രീയ മോഹം വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നത നായകന്മാർ, വലിയ വലിയ മഹത്തുക്കൾ സമത്വയെ നയിച്ച കാലത്ത് പോലും, ശംസുൽ ഉലമയോ കണ്ണിയത്ത് ഉസ്താദോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും, അതിനുശേഷം ഇപ്പോഴും യഥാർത്ഥ സമത്വ ഇന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാറില്ല, ഇന്നവർക്ക് വോട്ട് ചെയ്യരുതെന്ന് വിലക്കാറുമില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ആ കാര്യത്തിൽ നിഷ്പക്ഷ സമീപനം സ്വീകരിക്കുന്നു. എന്നാൽ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്നും സമത്വ പറയുന്നു. ആ നയത്തിൽ സമത്വ ഉറച്ചു നിൽക്കുമ്പോൾ ഇവർ സുന്നി വോയിസിലൂടെ പരസ്യമായി ഇന്ന സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണം എന്നെഴുതി. അതിനുവേണ്ടി SSFന്റെ കൊടികെട്ടി പ്രചരണം നടത്തി. കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലൊക്കെ അവർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പടപ്പുറപ്പാട് നടത്തിയത് നമ്മളൊക്കെ നേരിൽ കണ്ടതാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കുള്ള മറുപടി സുന്നികളല്ലാത്ത എല്ലാ സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്താൻ സമത്വ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഒരിക്കലും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അങ്ങനെ തീരുമാനമുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി അവർ പ്രചരണം നടത്തുമ്പോൾ പത്രക്കാർ ബഹുമാനപ്പെട്ട മർഹൂം KV ഉസ്താദിനെ കണ്ടു. ഷെയ്ഖുനാ KV ഉസ്താദിനോട് പത്രക്കാർ ചോദിച്ചു, സമത്വക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളെ ഇലക്ഷനിൽ തോൽപ്പിക്കുന്ന തീരുമാനമുണ്ടോ? ഉസ്താദ് പറഞ്ഞു, ഒരിക്കലും അങ്ങനെയില്ല. എന്തുകൊണ്ടില്ല? മുജാഹിദ് പ്രസ്ഥാനത്തെ തോൽപ്പിക്കൽ കടമയല്ലേ? അദ്ദേഹം പറഞ്ഞു, സ്റ്റേജിലും പേജിലും ആ കർമ്മം നിർവഹിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അവരെ ഇലക്ഷനിൽ തോൽപ്പിക്കുന്നില്ല? ബഹുമാനപ്പെട്ടവർ അതിന് പറഞ്ഞ മറുപടി, കൊണ്ടോട്ടിയിൽ മത്സരിക്കുന്ന ആളാണെങ്കിലും എവിടെ മത്സരിക്കുന്ന ആളാണെങ്കിലും ജയിച്ചു പോകുന്നത് കേരള നിയമസഭയിലേക്കാ. കേരള നിയമസഭയിൽ മാലയും മൗലൂദും ജുമുഅ ഖുതുബയൊന്നും ചർച്ച ചെയ്യാറില്ല. അയാൾ പോകട്ടെ, അത് വികസന പ്രവർത്തനമാണ്. ആ കാഴ്ചപ്പാട് അദ്ദേഹം പ്രകടിപ്പിച്ചതോടുകൂടി ആ ചർച്ച അവസാനിച്ചു. അതിന്റെ പിന്നാലെ നടന്ന ആളുകൾ ലഭ്യരായിപ്പോയി. എന്നാലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ലൈൻ തന്റെ അണികളെ കൊണ്ട് ശരിക്കും ഈ സമൂഹത്തിൽ നടപ്പാക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം, ആ രീതിയിലുള്ള ഒരു പോളറൈസേഷൻ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി. അങ്ങനെ അതിന്റെ ഭാഗമായി SSF എന്ന സംഘടനയെ പൂർണ്ണമായും അവർ അവരുടെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചു. അതിന്റെ ഭരണഘടന മാറ്റിയെന്ന് മാത്രമല്ല, വീണ്ടും അവർക്ക് താല്പര്യപ്പെടുന്ന രീതിയിൽ അവരിഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് മത്സരിക്കാൻ വേണ്ടി പ്രത്യേകമായി ഭരണഘടനാ സമിതിയുടെ താല്പര്യപ്രകാരം അവരതിൽ ചെറിയ മാറ്റം വരുത്തി. അവർക്ക് ആവശ്യമുള്ളവർക്ക് മത്സരിക്കാൻ അനുമതി കൊടുത്തു. ആവശ്യമുള്ള സംഘടനകളെ പിന്തുണക്കാൻ അനുമതി കൊടുത്തു. അതിന് നയാസൂത്രണ സമിതി എന്നൊരു പേരുമിട്ടു. നയാസൂത്രണ സമിതിയുടെ അനുമതിയോടുകൂടി ഈ സംഘടനക്ക് സ്ഥാനാർത്ഥിയെ നിർത്താം, മത്സരിപ്പിക്കാം, പിന്തുണക്കാം. ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലാത്ത കാര്യം. നിങ്ങളൊരു നിമിഷം ഓർക്കണം, രാഷ്ട്രീയ ബന്ധമുണ്ടായി പൊന്നാനിയിൽ ഒരു മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്കെതിരെ കത്ത് വായിച്ച് പരസ്യമായി അപമാനിച്ച് ഇറക്കിവിട്ട ആളുകൾ ആ ബഹുമാനപ്പെട്ട തങ്ങൾ പോയതിന്റെ ശേഷം നയാസൂത്രണ സമിതി എന്ന പേരിൽ ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നും വേണമെങ്കിൽ പിന്തുണക്കാമെന്നും തീരുമാനമെടുത്തപ്പോ മഹാന്മാരായ നമ്മുടെ നേതാക്കൾ, അന്നുണ്ടായിരുന്ന ചെറുപ്പക്കാർ, ഇവിടെ മുക്കമുമ്മർ ഫൈസിയെ പോലെ, ജലീൽ ഫൈസിയെ പോലെ, അതുപോലെ നമ്മുടെ പൂർവിക അബ്ദുൽ ഹമീദ് ഫൈസിയെ പോലുള്ള അന്നത്തെ നേതാക്കൾ ഇതിനെക്കുറിച്ച് പഠിച്ച് വളരെ ഗൗരവത്തോടുകൂടി ഒരു കുറ്റപത്രം തയ്യാറാക്കാൻ ഇരുന്ന് ചർച്ച ചെയ്ത് പത്രങ്ങൾക്ക് പോലും നൽകാതെ ഇന്ന തെറ്റുകുറ്റങ്ങൾ അവരിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നേതാക്കൾക്ക് എഴുതി കൊടുത്തു. ഉത്തരവാദപ്പെട്ട ഉസ്താദുമാർ മുഖേന ഉസ്താദുമാരോട് ആലോചിച്ച് പത്രത്തിലൊന്നും ഈ രംഗം വരരുതെന്ന് മനസ്സിലാക്കി ഭദ്രമായി പഠിച്ചെഴുതി കൊടുത്ത റിപ്പോർട്ട്
അവർ ചില പത്രങ്ങൾക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് ആരോപണങ്ങൾ നിഷേധിക്കുന്ന സമീപനം കൈവന്നു. അത് കൈവന്നപ്പോൾ അവർക്കെതിരെ ചെറിയ ചെറിയ തോതിൽ സംഘടനകൾ രൂപീകരിച്ചു. മഞ്ചേരിയിൽ വെച്ച് ആദ്യമായി ഒരു സംഘടന നിലവിൽ വന്നു. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ കുറ്റപത്രം പരസ്യപ്പെടുത്താനും തീരുമാനിച്ചു. ആ രീതിയിൽ SSFന്റെ നയവൈകല്യങ്ങൾക്കെതിരെ നമ്മൾ സംഘടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ സ്വാഭാവികമായും രാഷ്ട്രീയമായ ചേരിതിരിവിലൂടെ സമൂഹത്തെ സംഘടിപ്പിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെയായിരുന്നു എറണാകുളത്ത് ഇവർ സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം വെച്ചതും. ആ സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനമായിരുന്നു സത്യത്തിൽ ഈ ചേരിതിരിവിന്റെ സുപ്രധാനമായ ഘടകം. എറണാകുളത്ത് സമ്മേളനം വെച്ചത് സുന്നി യുവജന സംഘം. സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം വെക്കുമ്പോൾ സ്വാഭാവികമായും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയോട് ആലോചിക്കണ്ടേ? ആലോചിച്ചില്ല. അതിന്റെ സ്വാഗത സംഘം രൂപീകരിക്കുമ്പോൾ എല്ലാവരെയും പരിഗണിക്കണ്ടേ?